മിഷൻ സമുദ്രയിലെ ടാറ്റ കപ്പൽശാല പദ്ധതി ഒപ്പുവെച്ചത് ഇടത് സർക്കാരിന്റെ കാലത്ത് 2025 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് സംയുക്ത സംരംഭത്തിന് ധാരണയായത്. മുൻ വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ട് ടാറ്റയെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളിൽ മുന്നേറുന്ന പദ്ധതി ബി.ഡി. സതീശൻ സർക്കാർ മിഷൻ സമുദ്രയിൽ ഉൾപ്പെടുത്തി എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷം ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ ദൃശ്യങ്ങളും ഭൂമി കൈമാറാനുള്ള സർക്കാർ ഉത്തരവിന്റെ പകർപ്പും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. ഇതിൽ ഇടതു സർക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വച്ചത്. നേതൃത്വം നൽകി ഇങ്ങോട്ടേക്ക് ടാറ്റയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൽ ലഭ്യമായിട്ടുള്ളത്. വിശദാംശങ്ങൾ എന്തൊക്കെ? മിഷൻ സമുദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടാറ്റയുടെ ഉടമസ്ഥതയിൽ 10,000 കോടിയുടെ പദ്ധതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത്തരമൊരു പദ്ധതി ആലോചിച്ചിട്ട് കൂടിയില്ല എന്ന് ടാറ്റ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയതായി ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള പൊതുജന സമ്പർക്ക വകുപ്പ്, അതായത് PRD, ഈ മിഷൻ സമുദ്രയിലെ ആകെ പദ്ധതികളെയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്നുള്ള വിശദീകരണവുമായി രംഗത്ത് എത്തുകയായിരുന്നു. അതേസമയം ഈ ടാറ്റയുടേത് എന്ന് പറയുന്ന ഈ കപ്പൽശാല നിർമ്മാണ പരിപാടി, ആ പദ്ധതി കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ ഒപ്പുവെച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നേറുന്ന അവസ്ഥയിലാണ് എന്നാണ് മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത്. 2025 ഫെബ്രുവരി 21, 22 തീയതികളിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടന്നത്. ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഈ കപ്പൽശാലയ്ക്ക് വേണ്ടിയുള്ള താൽപ്പര്യപത്രം ഒപ്പിടുകയും ചെയ്തിരുന്നു. അതിന് ഏതാണ്ട് 2-3 ദിവസം മുൻപ്, അതായത് 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി ഇതിനുള്ള ധാരണാപത്രം, അതായത് ഈ കപ്പൽശാല തുടങ്ങുന്നതിന് ആവശ്യമായ ഭൂമി ഇത്തരത്തിൽ ടാറ്റയുടെ ഉപകമ്പനിയായ ടാറ്റ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗിന് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. കൊച്ചി തുറമുഖ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിൽ മലബാർ സിമൻസ് ലീസിനെടുത്തിരിക്കുന്ന 6 ഏക്കർ 93 സെന്റ് ഭൂമിയുണ്ട്. ഈ ഭൂമിയിൽ മലബാർ സിമൻസുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭം തുടങ്ങാനാണ് ടാറ്റ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഉദ്ദേശിച്ചിരുന്നത്. ടാറ്റ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറയുന്നത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ടാറ്റയുടെ അപൂർവം കമ്പനികളിൽ ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. 100 ടണ്ണിൽ താഴെ ശേഷിയുള്ള ബോട്ടുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക, പിന്നീട് വലിയ കപ്പലുകളുടെയും മറ്റും നിർമ്മാണത്തിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു പദ്ധതി. യഥാർത്ഥത്തിൽ ഈ പദ്ധതി വരുന്നത് 2024 ഡിസംബർ മാസം 5-ാം തീയതി അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന പി രാജീവ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന എൻ ചന്ദ്രശേഖരനെ മുംബൈയിൽ എത്തി കാണുന്നു. പദ്ധതിയുമായി കേരളത്തിലേക്ക് വരണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെയാണ് 2025 ഫെബ്രുവരി മാസത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ധാരണയാകുന്നത്. അങ്ങനെ ഇടത് സർക്കാർ തുടങ്ങി വെച്ച് ഇപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, മിഷൻ സമുദ്ര പദ്ധതി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം അവതരിപ്പിച്ച കേരള ബജറ്റിലാണ്. അതായത് കഴിഞ്ഞ ഇടത് സർക്കാർ കൊണ്ടുവന്ന് പ്രാരംഭഘട്ടത്തിൽ നിൽക്കുന്ന പദ്ധതി യു ഡി എഫ് സർക്കാരിൻ്റെതാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഇക്കാര്യം ഇന്നലെ മുൻ വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ പദ്ധതിയുടെ താൽപ്പര്യപത്രം ഒപ്പുവയ്ക്കുമ്പോഴത്തെ ദൃശ്യങ്ങളും മറ്റുമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. മാതൃഭൂമി ന്യൂസിന് മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച സംരംഭം എന്ന നിലയിലുള്ള രേഖകൾ, അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. വിവരങ്ങൾ പങ്കുവച്ച പ്രദീപ് ജോസഫിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.